സ്ക്രീനിൽ കാണുന്നതൊക്കെ AI വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള റെൻഡറിങ് ഇമേജസ് ആണ്. AI വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചിലത് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫയൽസ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ സ്കെച്ച് പോലെ സ്കെച്ച് ചെയ്തിട്ട് റെഫറൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ പണി നടക്കുന്ന സൈറ്റിൽ നിന്നുള്ള ഒരു ഇമേജ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടിൻ്റെ ഇമേജ്. ഇനി അതിൽ ഇൻറ്റീരിയറിൻ്റെ കേസ് ആണെങ്കിലും ലൈൻ സ്കെച്ച്, അതുപോലെ തന്നെ വർക്ക് നടക്കുന്ന സൈറ്റിൽ നിന്നുള്ള ഫോട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു 3D ഡിസൈനർ ആണെങ്കിൽ സ്ക്രീൻഷോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഏകദേശം ഇതുപോലത്തെ AI റെൻഡേഴ്സ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു റെഫറൻസ് ഇമേജും അതുപോലെ തന്നെ അതെങ്ങനെ ഈ ഒരു ടൈപ്പിലുള്ള ഇമേജ് ആക്കാന്നുള്ളതിൻ്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വെബ് ആപ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് യൂസർ ഏതാണ് വരുന്നതെന്നുള്ളത് ഞാൻ ആർക്കിടെക്റ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊജക്ട് ടൈപ്പ് എക്സ്റ്റീരിയർ ആണ് നമുക്ക് വരുന്നത്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺട്രി ഓർ സ്റ്റേറ്റ് കേരള, പിന്നെ അതുപോലെ ഈ ഒരു റെഫറൻസ് ടൈപ്പ് അത് ഹാൻഡ് ഡ്രോൺ സ്കെച്ച് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഔട്ട് വേണ്ടത് ഫോട്ടോ റിയലിസ്റ്റിക് റെൻഡർ ആണ്. പിന്നെ റെസൊല്യൂഷൻ 8K എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കളർ പലറ്റ് കൊടുത്തിട്ടുള്ള നാച്ചുറലും, പിന്നെ ക്വാളിറ്റി അൾട്രാ ഡീറ്റെയിൽഡ് ആണ്. പിന്നെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുള്ളത് സെയിം ആണ്, അതൊരു സ്ക്വയർ ഇമേജ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റൈൽ കണ്ടംപററി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ക്യാമറ വ്യൂ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വെതർ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ ആ ഒരു ഇമേജിൽ ഏതാണ് ആ ഒരു റെഫറൻസിൽ എങ്ങനെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് അതിന് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തതായിട്ട് കാണാം. ഇത് ഈ ഒരു കാര്യം സെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെതർ ക്ലിയർ സ്കൈ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടൈം മോർണിംഗ് ആണ് വരുന്നത്. ട്രോപ്പിക്കൽ സമ്മർ എന്നാണ് സീസൺ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ലെസ് ട്രോപ്പിക്കൽ കൊടുത്തിട്ടുണ്ട് വെജിറ്റേഷൻ. പിന്നെ അടിക്ക് വരുമ്പോൾ ഇതിൽ ഞാൻ മെറ്റീരിയൽസ് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ ടൂൾ തന്നെ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കാർ ഏതാ വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെ ലക്ഷറി സെഡാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലൊരു സെഡാൻ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇംഗ്ലീഷ് ഗാർഡൻ ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എർത്ത് ടോൺസ് ആക്കിയിട്ടുണ്ട്. പിന്നെ റൂറൽ കൺട്രി സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈൽ മോഡിഫയർ ചിലതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഹൈപ്പർ റിയലിസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബ്രാൻഡിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ പേര് കാണിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. പിന്നെ നെഗറ്റീവ് പ്രോംപ്റ്റ്സ് ആയിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ഈ റെഫറൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുള്ള ഔട്ടാണിത്. ഇതിനൊരു കുറച്ച് മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവുള്ളൂ ഈ ഒരു ഔട്ട് കിട്ടാനും വേണ്ടിയിട്ട്.